ഇപ്പം നമ്മുടെ നാട്ടിലെ പൊതുവേ ഉള്ള ആൾക്കാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഷോ പർപ്പസ് ആണ് കൂടുതലും. അതായത് പെർഫോമൻസ് ഇല്ല ഇങ്ങനത്തുള്ള നമ്മുടെ കംഫോർട്ട് സ്റ്റെബിലിറ്റി ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ അവർക്ക് പ്രിഫറൻസ് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ സൺറൂഫ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെ എന്ത് പർപ്പസ് ആണെന്നുള്ള കാര്യമൊന്നും ഇവർക്ക് പിന്നെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തലവെളി ഇടുക, എല്ലാരും ഫോട്ടോഷൂട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. പിള്ളേരാണ് കൂടുതലും തലവെളി ഇടുന്നത്. നമ്മൾ ശരിക്കും ഭയങ്കര അപകടം. നമ്മൾ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ പിള്ളേർ സീറ്റിന്റെ മേളിൽ കയറി തലവെളിയിലോട്ടിരിക്കും. നല്ല കാലും എല്ലാം കൊടുക്കുകയോ ബ്രേക്കോ എല്ലാം വരുമോന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപകടമാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ തെറിച്ചു പോകാൻ ചിലപ്പോൾ അത് മതി. അപ്പോ പിന്നെ ഇതിന് വേറെ ഓപ്ഷൻ ഉണ്ട്, ഒരു ഹോൾഡ് ബട്ടൺ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാഫിക്കിലോ അവിടെയൊക്കെ ചെല്ലുമ്പം പിന്നെ ലിവർ വലിച്ച് ഇടാതിരിക്കാനുള്ളൊരു സംഭവമായിരിക്കും. അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ ഡീല് തന്നെ ഡീല് തന്നെ അങ്ങനെ തന്നെ നിന്നോളും. റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ സിഗ്നൽ കഴിയുമ്പോഴത്തേന് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഡീല് പിന്നെ ഹോൾഡിൽ തന്നെ ഒന്നുള്ള ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് പോകും. കഴിഞ്ഞിട്ട് പിന്നൊന്ന് കയറാനായിട്ട് സമയമെടുക്കും. പിന്നെ അങ്ങനെ കാല് കൊടുത്ത് അങ്ങനെ പതുക്കെ എങ്ങനെ കൊടുത്ത് ഫ്ലോയ്ക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മളൊന്ന് ചാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. അല്ലാതെ നമുക്ക് ഇനിഷ്യലി അതാ ഞാൻ പറഞ്ഞു, നമ്മൾ കയറി ഇരുന്നത് ഇൻസ്റ്റന്റ് ടോർക്ക് ഉള്ളപ്പോഴാണ് ആ ഒരു സംഭവം അത് നടക്കുക. നമ്മൾ കയറി ഇരുന്ന് പിടിപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. സൈസ് ഇട്ടേക്കുന്നത് 245 17 ആക്കില്ല 18 ഓക്കേ 245 50 80 സ്പൈഡർമാൻ വെച്ച് സ്പേസർ ഒക്കെ ഇട്ടിട്ടുണ്ടോ അല്ലേ? ടയർ ചാടിക്കുന്നത് അത്യാവശ്യം പ്രൊഫൈൽ കുറച്ച് ഇട്ടേക്കുന്നത് വലിയ വീൽ ഇട്ടേക്കുന്നത്. കണ്ടിട്ടൊരു നോർത്ത് ഇന്ത്യൻ താറുകളാണ് കൂടുതലും അവർ ഇങ്ങനെ ഇത്രയും പ്രൊഫൈൽ കുറച്ചൊക്കെ ഇറക്കുന്നത്. നമ്മുടെ ഇവിടെ അത്യാവശ്യം ഇച്ചിരി പ്രൊഫൈൽ കൂട്ടിയിടും വലിയ വീല്. ഇന്നലെ മറ്റൊരു വീഡിയോ കിടക്കുന്നുണ്ട്, മറ്റേ BF ഗുഡ്രിച്ച് ഒക്കെ താറ് വലിക്കത്തില്ല, ഭയങ്കര ഹെവി ടയേഴ്സ് ആണ്, താറിനത് സ്യൂട്ടബിൾ അല്ല, എൻഡവർ ഫോർച്യൂണർ പോലുള്ള വണ്ടിക്ക് ഇടാവൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ടയർ കാണാൻ നല്ല രസമാണ്. ടയർ കാണാനുള്ള ഭംഗി ഭയങ്കരമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പൊതുവേ ഉള്ള ആൾക്കാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഷോ പർപ്പസ് ആണ് കൂടുതലും. അതായത് പെർഫോമൻസ് ഇല്ല ഇങ്ങനത്തുള്ള നമ്മുടെ കംഫോർട്ട് സ്റ്റെബിലിറ്റി ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ അവർക്ക് പ്രിഫറൻസ് കുറവാണ്. അവരങ്ങനെ ചിന്തിക്കാത്തോട്ടാണെന്നോ എന്ന് എനിക്കറിയത്തില്ല.
ഞാൻ കുറച്ചുകൂടി മറിച്ച് നമുക്ക് ഷോ വേണം വേണ്ടെന്നല്ല, പക്ഷെ എന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയല്ലേ, പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഉപയോഗം നമ്മൾ എന്തിനാണ് ഇടുന്നത്, എപ്പോൾ ഇടണം, എങ്ങനെ ഇടണം, ഏതിടണം എന്നൊക്കെയുള്ളൊരു ഇപ്പം നമ്മുടെ നാടെന്ന് പറയുമ്പോൾ പുനലൂരാണ്. അപ്പോൾ ഇവിടെ ഇത്രയും ചൂടുള്ള സ്ഥലത്ത് ഇപ്പോഴും റൂഫൊക്കെ ബ്ലാക്ക് ചെയ്തുകൊണ്ട് നടക്കുന്ന വണ്ടികളുണ്ട് ശരിക്കും. അപ്പം നമ്മളിവിടെ അല്ലാതെ തന്നെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിനെല്ലാം ഓരോരോ പർപ്പസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പറയുന്ന യൂറോപ്പ് ഇല്ലെങ്കിൽ അതുള്ള ഈ മഞ്ഞൊക്കെയുള്ള സ്ഥലത്തോട്ടൊക്കെ അവർക്ക് ഒരു ചെറിയൊരു സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഹീറ്റ് അകത്തോട്ട് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ റൂഫ് ബ്ലാക്ക് അടിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ടൊയോട്ടയുടെ ആ ഒരു കൺസെപ്റ്റ് തന്നെയായാലും അവരും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ, അവര് ഇടയ്ക്ക് വെച്ചിട്ട് ഇത്രയും വില കൂടി അത് തന്നെ. അപ്പോൾ അവര് ഒരുപാട് പേര് ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇത്രയും പൈസ കൊടുത്തിട്ട് വണ്ടി മേടിച്ചിട്ട് ഒരു സൺറൂഫ് ഇല്ല എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ സൺറൂഫ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെ എന്ത് പർപ്പസ് ആണെന്നുള്ള കാര്യമൊന്നും ഇവർക്ക് പിന്നെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തലവെളി ഇടുക, എല്ലാരും ഫോട്ടോഷൂട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഭയങ്കര ഡേഞ്ചറസ് ആണ്, പിള്ളേരാണ് കൂടുതലും തലവെളി ഇടുന്നത്. നമ്മളും ശരിക്കും ഭയങ്കര അപകടം. നമ്മൾ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ പിള്ളേർ സീറ്റിന്റെ മേളിൽ കയറി തലവെളിയിലോട്ടിരിക്കും. നല്ല കാലും എല്ലാം കൊടുക്കോ, ബ്രേക്കോ എല്ലാം വരുമോന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപകടമാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ തെറിച്ചു പോകാൻ ചിലപ്പോൾ അത് മതി. പിന്നെ ഇന്നാളിങ്ങനെ കിടക്കുന്നുണ്ട്, ഫ്രണ്ടിൽ നിന്ന് കല്ലടിച്ചു, സൺറൂഫിൽ നിന്ന് പുറത്ത് വന്ന് മോത്തടിച്ച് ചിപ്പിയല്ലോ സ്റ്റോൺ, നമ്മളതിന്റെ വിൻഷീൽഡ് ചിപ്പ് ചെയ്യുന്ന പോലെ. അതാണ് എന്ന് പറയുന്നതൊക്കെ. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ഇപ്പോൾ ഒരു ഫോഗ് ലാമ്പിന് എന്നാലും അതിൻ്റെതായ ഉപയോഗമുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മളൊരു സാധനം, നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ആയാലും അതിൻ്റെ ബാക്കിൽ ഒരു കോളമുണ്ട്. സാമാന്യം നമ്മൾ മേടിക്കുക പോവാന്നുള്ളതില്ലേ, അതിൻ്റെ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ MRP നോക്കത്തില്ല, അതിൻ്റെ ഡേറ്റ് അതെങ്കിലും അത്യാവശ്യം നോക്കുക. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയില്ലെങ്കിൽ പോലും അതിൻ്റെ എക്സ്പയർ ആയോ ഇല്ലയെന്നുള്ള കാര്യമെങ്കിലും ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുവരെ അതൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ എല്ലാം നോക്കി നമുക്ക് അങ്ങനെ ജീവിക്കാനോ എല്ലാം അങ്ങനെ നമുക്ക് ചിലപ്പോൾ നോക്കാനോ പറ്റത്തില്ല. ഇപ്പം ഈ പറയുന്ന ഞാനും എനിക്ക് അബദ്ധങ്ങൾ പറ്റും, ഇഷ്ടംപോലെ പറ്റിയിട്ടുമുണ്ട്. പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഈ മോഡിഫിക്കേഷന്റെ കേസ് ഇപ്പം നമ്മുടെ നാട്ടിൽ ലീഗൽ അല്ലാതാക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്രത്തോളം വെഹിക്കിൾസ് ഉണ്ടോ, മോണിറ്റർ ചെയ്യാനായിട്ടുള്ള പാടുകൊണ്ടാണ് ഇവര് എല്ലാം അങ്ങ് വേണ്ടാന്ന് വെക്കുന്നത്. അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഇപ്പൊ സപ്പോസ് അലോ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ എല്ലാരും എക്സോസ്റ്റും വെച്ച് മനസ്സിലാവും, ഒരു കൺട്രോൾ ഇല്ലാതായി. അതുപോലെ ഇപ്പൊ തന്നെ ലൈറ്റ്സ് ഭയങ്കര ഇഷ്യൂ ആണ്. എല്ലാരും ഭയങ്കര കണ്ണിയടിക്കുന്ന വെട്ടമാണ് വെക്കുന്നത് ലൈറ്റ്സ് തന്നെയാലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണമെങ്കിൽ ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ എനിക്ക് വെട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈറ്റ് ചേഞ്ച് ആക്കുന്നത്. അല്ലാതെ മറ്റുള്ള എതിരെ വരുന്നവന്റെ കണ്ണി അടിക്കാനും അവനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതിപ്പോ നമ്മളിപ്പോ ഞാനൊരു കാര്യം പറയും, ഈ നമ്മളിപ്പോ ഈ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്ത് കാശ് കൊടുത്ത് നമ്മളൊരു കൂടി ഒരു ബൾബ് മേടിച്ച് വെക്കുവോ, വെള്ള ലൈറ്റ്, എതിരെ വരുന്നവനും ഒന്നും കാണത്തില്ല, ഓടിക്കുന്ന എനിക്കും ഒന്നും കാണത്തില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊന്നും പറയാനും. അതാ. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ പറഞ്ഞ നിനക്ക് എന്താ നമുക്കൊരു പർപ്പസ് വേണ്ടേ, നമ്മൾ എന്തിനാണ് ഇത് മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫോഗ് ഞാൻ താത്താണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് എനിക്ക് റോഡ് കാണണം, എനിക്ക് റോഡ് കണ്ട് എനിക്ക് ഓടിക്കണം. പക്ഷെ അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ പുറത്ത് ദുബായിലൊക്കെ ഉള്ള പോലെ നമ്മൾ ഇപ്പം മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ MVD പോലെ ഒരു ഏജൻസിയെ കൊണ്ടുവന്ന് അതൊന്ന് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അലോയ്സ് ആയാലും എന്തുമായാലും നമുക്ക് എന്തെങ്കിലും അപ്പൊ അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു നല്ലൊരു ബ്രാൻഡ്. അതാ ഞാൻ പറയാം, അതിന്റെ ഒരു പർപ്പസ് എന്തോന്നുള്ളത്. ഇപ്പൊ ഒരു ട്രാക്ക് സ്പെക്ക് വീൽ ഇങ്ങനത്തെ സാധനം എടുക്കുക എയറിനെ കട്ടിയപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം പെർഫോമൻസ് ഇല്ലെങ്കിൽ മൈലേജ് കിട്ടുക, ഇല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, വണ്ടിയുടെ ഒരു ക്വാളിറ്റി, അതായത് അതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ നമ്മൾ നോക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ വെക്കുമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അല്ലാതെ നമ്മളില്ലേ ആരെങ്കിലും ഇല്ല എന്തെങ്കിലും ഒരെണ്ണം കണ്ട് എന്നാ പിന്നെ എനിക്ക് അത് മതി, എനിക്ക് അത് തന്നെ മതി, എനിക്ക് അത് എന്താണ് അത് എടുക്കുന്നതിൽ എന്തിനാണ് എന്നുള്ള കാര്യമൊക്കെ കുറെയൊക്കെ അതൊരു അങ്ങനെയൊക്കെ നോക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടിയിട്ടല്ലേ ടയർ തന്നെ നമ്മൾ ഇടുന്നത്. ഇപ്പം ഏത് ടയർ ഇടണം, എന്തിടണം, നമ്മുടെ യൂസ് എന്താണ്, നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലേ ഒരു ബ്രാൻഡ്. അല്ലാതെ നമ്മളല്ലേ
ഒരു വീലെടുത്ത് എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു ടയർ എന്നുള്ളത് ആ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് നമ്മൾ അതിന് കാശ് മുടക്കേണ്ടതിന് നമ്മൾ കാശ് മുടക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ വെറുതെ മുടക്കി ഈ പറഞ്ഞ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടും നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടും അത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു മ്യൂസിക് ലവറാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് കോംപ്രമൈസീവാണ് ഞാൻ. പക്ഷെ എന്നാൽ പോലും നമുക്ക് സാധാരണ രീതിയിൽ ഒരു പാട്ട് കേട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഈ ക്വാളിറ്റി ധാരാളമാണ്. പിന്നെ എനിക്ക് ഞാൻ ഇച്ചിരി മ്യൂസിക് ലവറാണ്. അപ്പം ഞാൻ ഇച്ചിരി സുഖത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കൂടെ ചെയ്യാം, അത്രേ ഉള്ളൂ. ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെയ്യുമ്പം നോക്കി നല്ലത് ചെയ്യാൻ നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാതിരിക്കും, അത്രേ ഉള്ളൂ. നമ്മളിൽ എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു എനിക്ക് സത്യത്തിൽ ഞാനെപ്പോഴും ചിന്തിക്കുന്ന പറഞ്ഞാൽ ഒരു നല്ലൊരു വണ്ടി, ഒരു സ്റ്റോക്ക് വണ്ടി ആയാലും ഇപ്പം ഒരു അത്യാവശ്യം ഒരു വീലൊക്കെ ഇട്ടൊരു വണ്ടി ആയാലും നമ്മൾ കാണുമ്പം നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യത്തിൽ ആ വണ്ടിയേക്കാളും ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഓണറിനെ. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെന്ത് നല്ല ഭംഗിയായിട്ട് തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ അതിനെ കൊണ്ട് നടക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അത് ഞാൻ പറഞ്ഞില്ല, അതിന് ചിലപ്പോൾ ഒരു വീലിടണമെന്നോ കളർ അടിക്കണമെന്നോ ഇങ്ങനത്തെ ഒന്നുമില്ല. നമ്മളൊരു സ്റ്റോക്ക് വണ്ടി ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വണ്ടി കണ്ടാൽ മതി. പക്ഷേ അത് നമ്മൾ അതൊക്കെ കൊണ്ട് നടന്നാലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എനിക്കപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ വണ്ടി ഇഷ്ടപ്പെടും, പക്ഷെ അതിലൂടെ എനിക്ക് ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഓണറിനെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം അയാൾ അത്രയും നന്നായിട്ട് കൊണ്ട് നടക്കുന്നല്ലോ എന്നുള്ളൊരു. അപ്പം ഞാനങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പം അതിന് നമ്മൾ കാശ് മുടക്കേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ. അത് അങ്ങനത്തെ ഉള്ള കുറേ കാര്യം. അതാ പറയാം, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളത് എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ടയേഴ്സിന്റെ കേസ് ഇപ്പൊ മറ്റേ മിഷലിൻ പൈലറ്റ് സ്പോട്ട് അതുണ്ടല്ലോ, അത് ശരിക്കും ഇങ്ങനെ ഞാൻ നോക്കിയപ്പോ ഒരുപാട് സ്വിഫ്റ്റിനെ കിട്ടിയേക്കുന്നത്. സ്വിഫ്റ്റിന് അത്രയും പവർ ഇല്ല, അതെന്ന് വെച്ചാൽ അത്രത്തോളം ഗ്രിപ്പ് ചെയ്ത് കേറുക. അതൊരു ഇപ്പൊ സ്കോഡ VRS-നൊക്കെ ആണെങ്കിൽ അത്രയും പവർ റോഡിലോട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. ആ ഒരു പർപ്പസ് ആണ്. പക്ഷെ ഇന്റന്റഡ് പർപ്പസിലല്ല ആൾക്കാർ സാധനം എടുക്കുന്നത് എന്നുള്ള എനിക്ക് അന്നേരം തോന്നി. പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, പല ആൾക്കാരാണ്, അവർക്കെല്ലാം കുറച്ച് ഏറ്റക്കുറച്ചിലുകളും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ തന്നെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ആവശ്യം, ചിലർ വന്നിട്ട് ഇങ്ങനെ ചില സംഭവങ്ങളെ മേടിക്കുന്നില്ലേ, ഇപ്പോൾ ഒരു ഓയിൽ മേടിക്കാൻ വന്ന്, ഇപ്പോൾ ഒരു കോക്കനട്ട് ഓയിൽ മേടിക്കുന്നെങ്കിൽ ഏതായാലും കുഴപ്പമില്ല, ഏറ്റവും കുറഞ്ഞത് മതി, അങ്ങനെ പറയത്തില്ലേ. അതായത് എന്താണ് എന്നുള്ളത് അപ്പൊ നമ്മളിത് എന്തായാലും നമ്മൾ മെനക്കെടുക. ഇപ്പൊ നമ്മളെന്തായാലും ഒരു വീലിട്ട് ഇല്ലെങ്കിൽ ഒരു വണ്ടിക്ക് ഒരു പെയിന്റ് അടിച്ച് എന്തായാലും അടിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കളർ അടിക്കുന്നതിനകത്തല്ലേ കാര്യം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ് നല്ലതായിട്ട് അടിക്കുക, നല്ല ക്വാളിറ്റി ആയിട്ട് അടിക്കുക എന്നുള്ളതിനകത്തല്ലേ കാര്യം.